നമ്മളെന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെയുള്ള ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർക്ക് ആ സമയത്ത്? അത് കഴിഞ്ഞിട്ടാണ്, ക്യാൻസർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം അതൊരു വലിയൊരു ഇഷ്യൂ ആയി മാറി. ഈ ബാഡ് ഡ്രീംസ് അത് ഞാനൊരു ചാപ്റ്ററിൽ തന്നെ കംപ്ലീറ്റ് PTSD എന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്തു എനിക്ക്. അത് നമ്മൾ ഇത്രയും ഒരു പ്രൊലോങ്ഡ് ക്യാൻസറിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസും പെയിൻഫുൾ, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്തക്കാട്ടിലും കൂടുതൽ പെയിനാണ് ഈ ട്രാൻസ്പ്ലാന്റിന്. മോർഫിൻ പമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരാഴ്ച. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ലിവിങ് സോംബീസ് ആണ്. നമുക്ക് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. മോർഫിൻ ഇങ്ങനെ ബോഡി കൂടെ പോണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് ഇവൻച്വലി വിൽ ലീഡ് ടു PTSD. അതും ഒരു പാർട്ടാണ് ഈ ബുക്ക് എഴുതാനുള്ള കാരണം. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ആരും. അപ്പോൾ ഇപ്പം എനിക്ക് PTSD വന്നപ്പോൾ തന്നെ എനിക്കത് കോംപ്രിഹെൻഡ് ചെയ്തില്ല എന്താണ് ഇങ്ങനെ വരുന്നത്. ക്യാൻസർ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ ഇമ്മീഡിയറ്റ്ലി എന്നെ പറഞ്ഞു, ഇതാണ് സംഭവം, നിനക്ക് കൗൺസിലിംഗ് വേണം. അപ്പം അതിന് സമയമെടുത്ത് അത് ശരിയാക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങളാണ്. ഉറക്കം കുറവാണ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു ദിവസത്തിൽ 2-3 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയാൽ തന്നെ വലിയൊരു ഭാഗ്യം. അത്രയും മേജർ ടോക്സിക് എലമെന്റ്സ് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ലീപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാം അപ്പോൾ പോകും. നമ്മൾ ഉറങ്ങാൻ പറ്റിയാൽ വലിയൊരു ഭാഗ്യം. 3 മണിക്കൂറെല്ലാം ഉറങ്ങാൻ പറ്റിയാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം അതെന്തോ പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം പോലെ. അപ്പം ആ സമയത്തൊക്കെ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാവുക? നമുക്ക് പെയിൻ ഉണ്ട്, മിസറി. അത് ലുക്കീമിയ ട്രീറ്റ്മെൻറ്റ് ഈസ് മിസറബിൾ. നമ്മൾ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ്, സ്കിൻ ചേഞ്ചസ്, ലേഡീസിനും അല്ലെങ്കിൽ മുടിയുള്ളവർക്കില്ലെങ്കിൽ മുടി പോകണം, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കണ്ടമാനം വെയിറ്റ് ലോസ്, പിന്നെ ഫീവർ, ഇൻഫെക്ഷൻസ്, എനി കോംപ്ലിക്കേഷൻസ് യു കെൻ തിങ്ക് ഓഫ്. നമ്മൾ അതിൻ്റെ ആ വേൾഡിൽ ഇങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം സർവൈവലിന് വേണ്ടി. പിന്നെ ആ സമയത്ത് ബാഡ് ഡ്രീംസ് എനിക്ക് ഓർമ്മയില്ല.